ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ജീവിതത്തിന്റെ ദുഃഖ സന്തോഷങ്ങൾക്ക് നിമിത്തമായി നിൽക്കുന്ന റബ്ബിനെ മറന്നു പോകരുതേ. നിസ്സഹായമായ ഒരു ദിവസത്തെ മറന്നു പോകരുതേ. പക്ഷേ മറപ്പിച്ചു കളയും നിങ്ങളെ, ഇഹലോക ജീവിതം മറപ്പിച്ചു കളയും നിങ്ങളെ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, പണി തീരാത്ത വീടും പണം കിട്ടുന്നതെല്ലാം ചെലവഴിച്ചാലും പണി അവസാനിക്കാത്ത വീടും ബന്ധുക്കളും കുടുംബങ്ങളും കച്ചവടങ്ങളും വ്യവഹാരങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളെ ഈ ചിന്തകളിൽ നിന്ന് വഴിതെറ്റിച്ചു വിടും, വഞ്ചിച്ചു കളയും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മഹാവഞ്ചകനായ പിശാച് ഓരോ നിമിഷവും ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ചതിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, മനസ്സിലാകാൻ സമയമെടുത്താൽ മരണത്തിന് മുമ്പ് ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും മരണത്തിന് മുമ്പ് ബോധ്യപ്പെടാതെ പോയാൽ ഖേദിച്ചു പോകും. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും, ഖുർആൻ സത്യമാണെങ്കിലും, പരലോകം യാഥാർത്ഥ്യമാണെങ്കിലും, അതിൻ്റെ തെളിവുകൾ പകല് പോലെ വ്യക്തമാണെങ്കിലും, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, ഈ ക്ഷണികമായി കടന്നു പോകുന്ന ദുനിയാവിനെയാണ് നിങ്ങൾക്കിഷ്ടം. നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ഓട്ടങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആലോചനകളും എല്ലാം കാണിക്കുന്നത് ക്ഷണികമായ ജീവിതത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. വത്തദറൂനൽ ആഖിറ. സഹോദരങ്ങളെ, ഈ ചോദ്യം മനസ്സാക്ഷിയോട് ചോദിക്കണം നമ്മൾ. ഇന്നെങ്ങാനും കണ്ണു ചിമ്മി ഞാനും നിങ്ങളും മരിച്ചാൽ ഹൃദയമറിയുന്ന റബ്ബിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാനാകുമോ, റബ്ബേ, നീ എനിക്കു തന്ന പണത്തിൽ നിന്റെ ദീനിനാണു ഞാൻ പ്രാധാന്യം നൽകിയത്. വേദനിക്കുന്ന തുക ഞാൻ ഒന്നിച്ചു പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതു നിന്റെ മതത്തിനു വേണ്ടിയാണ്. കടത്തിൻ്റെ ടെൻഷനാ ഞാനേറെ അനുഭവിച്ചിട്ടുണ്ട്, അതിൽ ചിലതെല്ലാം നിന്റെ ദീനിനു വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്താനാകുമോ? പലരെക്കുറിച്ചും ഞാൻ ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് നിന്റെ ദീനിനു വേണ്ടിയായിരുന്നു എന്ന് പറയാനാകുമോ? വത്തദറൂനൽ ആഖിറ. പരലോകത്തെ അവർ ഉപേക്ഷിച്ചു കളയുകയും ചെയ്യുന്നു. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? ചിരിയും സന്തോഷങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും മരണത്തോടെ തീരുമെന്നവർ വിചാരിച്ചു. സഹോദരങ്ങളെ, വിശ്വസിച്ചോ, ഈ കണ്ണുകൾക്കിപ്പോൾ കാഴ്ചയ്ക്കു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത കാഴ്ചകൾ നൽകി ഇതിനേക്കാളും ശക്തമേറിയ മൂർച്ചയേറിയ കാഴ്ചകൾ തന്ന് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നു പുതിയൊരു ലോകത്തെ. വലഖദ് കശഫ്നാ അൻക ഗിത്താഅക ഫബസറുകൽ യൗമ ഹദീദ്. നിന്റെ കണ്ണിന്റെ കവചങ്ങളെ നീക്കിയിരിക്കുന്നു ഇപ്പോൾ, നിന്റെ കണ്ണുകൾക്ക് മൂർച്ച പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ. സഹോദരങ്ങളെ, ഇവിടെ കാണാൻ ഈ കണ്ണു മതി, ഇവിടത്തേതല്ലാത്ത കാഴ്ച കാണാനിരിക്കുന്നു മരണത്തിനപ്പുറത്ത്. ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന ലോകം, ഇതുവരെ കണ്ണു കാണാത്ത കാഴ്ചകൾ കാണുന്ന ലോകം, ഇതുവരെ മനസ്സുകൾ വിഭാവന ചെയ്യാത്ത ഭാവനകൾ വിടരുന്ന ലോകം. അതേതാണ് ലോകം? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല. എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, കഴിഞ്ഞ യുഗങ്ങളിൽ മനസ്സിലായിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്ന ഒരു ബുദ്ധിക്കും മനസ്സിലാകയില്ല. നാളെ സ്വർഗത്തിൽ അല്ലാഹു എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തതാണ് അവിടെ കാണുന്നത്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഒരിക്കൽ പോലും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗം. ഒരു മനസ്സും ഭാവനയിൽ കാണാത്തതു കാണുന്ന സ്വർഗം. ചിരികൾ അടങ്ങുമോ മരണത്തോടുകൂടെ? ഇല്ല സഹോദരങ്ങളെ, ചിരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ലാഹിക്കത്തും